ഹലോ. നമ്മൾ ബിസിനസ് ചെയ്യുന്ന പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് പേയ്മെൻറ്റ് ചോദിക്കാനുള്ളൊരു മടി. കസ്റ്റമറോട് പേയ്മെൻറ്റ് ക്ലിയറായിട്ട് ചോദിക്കില്ല. അതായത് ക്ലിയർ ആയിട്ടുള്ളൊരു കോൾ ടു ആക്ഷൻ നമുക്കറിയില്ല, അല്ലെങ്കിൽ അറിയാമെങ്കിൽ തന്നെ ചോദിക്കാനുള്ളൊരു മടി. കോൾ ടു ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളുടെ കസ്റ്റമറോട് അടുത്തത് എന്ത് ചെയ്യണമെന്ന് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനാണ് കോൾ ടു ആക്ഷൻ. ഈ കോൾ ടു ആക്ഷൻ സ്ട്രോങ് ആയിരുന്നു കഴിഞ്ഞാൽ, സിമ്പിളും ക്ലിയറുമായിട്ടുള്ള കോൾ ടു ആക്ഷൻ ആയിരുന്നു നമ്മളുടെ സെയിൽ എപ്പോഴും കൂടും. ജസ്റ്റ് ആ നല്ലൊരു കോൾ ടു ആക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മളുടെ സെയിൽ കൂടുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. പലപ്പോഴും ഈ പേയ്മെൻറ്റ് ചോദിക്കാനുള്ളൊരു മടി വരാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കസ്റ്റമറെ പുഷ് ചെയ്യണ പോലെ അവർക്ക് ഫീൽ ചെയ്യോ എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ട് ആ ഓർഡർ, നമുക്ക് കിട്ടേണ്ട ഓർഡർ നഷ്ടമാകുമോ എന്നുള്ളൊരു പേടിയാണ് പലപ്പോഴും ഈ കോൾ ടു ആക്ഷൻ, ക്ലിയർ ആയിട്ടുള്ള ഡയറക്റ്റ് കോൾ ടു ആക്ഷൻ കൊടുക്കാനൊരു മടി. അടുത്തത് എന്ത് ചെയ്യണം, നമ്മളൊരു ചെറിയൊരു പിച്ചിങ് നടത്തി, അല്ലെങ്കിൽ ഒരു സെയിൽസ് ലെറ്റർ ഓൺലൈനിലാവട്ടെ പുറത്താവട്ടെ, ഓൺലൈനിലാണെങ്കിൽ നമ്മളിപ്പോൾ വാട്സപ്പിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, കാര്യങ്ങളെല്ലാം കസ്റ്റമർ ചോദിച്ചു, എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അതായത് കസ്റ്റമറായിട്ട് ഇങ്ങനെ ചോദിക്കട്ടെ അടുത്തത് എങ്ങനെയാണ് പേയ്മെൻറ്റ് അയക്കേണ്ടത് എന്ന് കസ്റ്റമർ ചോദിക്കുമ്പോൾ മാത്രം നമ്മൾ റിപ്ലൈ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സെയിൽ നഷ്ടമാവും. കസ്റ്റമർ നിങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, നിങ്ങളാണെങ്കിൽ കസ്റ്റമർ ഇങ്ങോട്ട് ചോദിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കസ്റ്റമർ ആ ഒരു ബയ്യിങ് മോഡിൽ തന്നെ നിൽക്കാൻ നേരത്ത് ആ ടൈമിൽ തന്നെയാണ് നമ്മൾ പേയ്മെൻറ്റ് ചോദിക്കുന്നത്. പേയ്മെൻറ്റ് ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു പ്രസിദ്ധനായിട്ടുള്ളൊരു ബില്യണിയർ ബിസിനസ്സുകാരൻ ഒരു റൂള് പറയുന്നുണ്ട്. ബിസിനസ്സിൽ 3 റൂളുകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴും പേയ്മെൻറ്റ് ചോദിക്കുക. രണ്ടാമത്തെയും മൂന്നാമത്തെയും റൂള് എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറന്നുപോയി എന്നാണ് മറുപടി കൊടുത്തത്. അതായത് 2ഉം 3ഉം റൂളിന് വലിയ പ്രാധാന്യമില്ല, പുള്ളിയുടെ ബിസിനസ് ഫിലോസഫി അനുസരിച്ച് വലിയ പ്രാധാന്യമില്ല. റൂൾ നമ്പർ 1 എന്ന് പറയുന്നത് എപ്പോഴും പേയ്മെൻറ്റ് ചോദിക്കുക എന്നുള്ളതാണ്. ഈ പേയ്മെൻറ്റ് ചോദിക്കൽ ഒരിക്കലും തെറ്റായ കാര്യമില്ല. നമുക്ക് കസ്റ്റമറോട് ഡയറക്റ്റ് കോൾ ടു ആക്ഷൻ, ഇന്ന പേയ്മെൻറ്റ് ലിങ്ക് വെച്ച് പേയ്മെൻറ്റ് ചെയ്യൂ എന്നുള്ള ആ കമാൻഡിൽ ചോദിക്കാൻ നേരത്ത് നമുക്ക് പല സമയത്തും അതൊരു പുഷിങ് അല്ലേ, കസ്റ്റമറെ പുഷ് ചെയ്യണതിന് തുല്യമല്ലേ എന്ന് നമുക്ക് ഫീൽ വന്നേക്കാം. പക്ഷേ ഒരിക്കലും അല്ല. ബിസിനസ്സുകൾ എന്ന് പറഞ്ഞാൽ തന്നെ, ബിസിനസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റബിൾ ആകുക എന്നുള്ളതാണ്, ലാഭം ഉണ്ടാക്കുക, സൊസൈറ്റിയിൽ മാർക്കറ്റിൽ വാല്യൂ ക്രിയേറ്റ് ചെയ്ത് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ഫൈനാൻഷ്യൽ ഗോളുകൾ അവിടെ ഹിഡൻ ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. ഇതൊരു ബിസിനസ് ഓർഗനൈസേഷനാണ്, ഒരു ബിസിനസ്സാണ്. ഇത് റൺ ചെയ്യണമെങ്കിൽ അതിൻ്റേതായ ക്യാഷ് ഫ്ലോ വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്തെങ്കിലും വിൽക്കാൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഉദ്ദേശം ലാഭം ഉണ്ടാക്കൽ തന്നെയാണ്. അത് മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഡയറക്റ്റ് കോൾ ടു ആക്ഷനിലൂടെ നമ്മൾ കസ്റ്റമറോട് ചോദിക്കണം. ഈ കസ്റ്റമർ അധിക ആളുകളും നമ്മളുടെ സൊസൈറ്റിയിലെ മൊത്തത്തിലുള്ള ഹ്യൂമൻ സൈക്കോളജി എന്ന് പറഞ്ഞാൽ, ആളുകളോട് ചെയ്യൂ എന്ന് പറഞ്ഞാൽ മാത്രമാണ് അവർ ചെയ്യുള്ളൂ. ആരെങ്കിലും അവരൊന്ന് പുഷ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, അല്ലെങ്കിൽ അവർ ചെയ്യില്ല. അവർക്ക് വേണമെങ്കിൽ അവരായിട്ട് ഇങ്ങോട്ട് ചോദിക്കൂലേ എന്നല്ല, ആരെങ്കിലും ചെറിയൊരു പുഷ് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്, അവർ തെല്ലത്ത് ചാടാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്, ചെറുതായിട്ടൊന്ന് തള്ളണം, എന്നാൽ മാത്രമാണ് അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കോൾ ടു ആക്ഷൻ. കസ്റ്റമേഴ്സിനെ നമ്മൾ കോൾ ചെയ്യുകയാണ്, വിളിക്കുകയാണ്, ഒരു പ്രത്യേക ആക്ഷനിലേക്ക് വിളിക്കുകയാണ്. അതുകൊണ്ടാണ് കോൾ ടു ആക്ഷൻ എന്ന് പറയുന്നത്. ആ ആക്ഷൻ എന്താണ്? പേയ്മെൻറ്റ് ചെയ്യുക. അധിക കേസിലും നമ്മൾ ഡയറക്റ്റ് പേയ്മെൻറ്റാണ് ചോദിക്കുക. അല്ലെങ്കിൽ ലേൺ ചെയ്യണമെങ്കിൽ കൂടുതൽ ലേൺ ചെയ്യുക. ഒരു കമാൻഡായിരിക്കും എപ്പോഴും കോൾ ടു ആക്ഷൻ. നിങ്ങൾ ഇന്നത് ചെയ്യൂ. ഓപ്ഷൻ കസ്റ്റമർക്ക് 2 ഓപ്ഷനേ അവിടെ ഉള്ളൂ. ഒന്നല്ലെങ്കിൽ ആ കോൾ ടു ആക്ഷൻ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക. തണുത്തൊരു കോൾ ടു ആക്ഷൻ ആകരുത്. എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ സെല്ല് ചെയ്യുന്നത് എന്തും ആയിക്കോട്ടെ, ഒരു ടീഷർട്ടാണ് നിങ്ങൾ സെല്ല് ചെയ്യുന്നത്, അതിൻ്റെ മോഡലും ഡിസൈൻസും എല്ലാം ആൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഓൺലൈനിലാണെങ്കിൽ, ഇപ്പോൾ വാട്സപ്പ് വഴിയാണ് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ മീഡിയം വാട്സപ്പ് ആണെങ്കിൽ, ഡയറക്റ്റ് നിങ്ങൾ പറയുക, സാറിന് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ താഴെ കാണുന്ന പേയ്മെൻറ്റ് ലിങ്കിൽ ഓർഡർ കൊടുക്കുക, 2 പീസ് മാത്രമാണ് ഇത് ബാക്കിയുള്ളൂ, സ്റ്റോക്ക് ഔട്ട് ആവണേക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക, ഞങ്ങൾ ഇന്ന് തന്നെ അത് ഷിപ്പ് ചെയ്യും. ഇതൊരു കമാൻഡാണ്. ഓക്കെ, താഴെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യുക. ഒന്നല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക എന്നുള്ള ഈ 2 ഓപ്ഷനാണ് കസ്റ്റമറുടെ മുമ്പിലുള്ളൂ. ഈ നമ്മൾ ഡയറക്റ്റ് കോൾ ടു ആക്ഷൻ പറയുമ്പോൾ റിജക്ഷൻസ് കൂടും. അതേപോലെ തന്നെ കൂടണ വേറൊരു സംഗതിയുണ്ട്, നമ്മുടെ സെയിൽസും അതിനനുസരിച്ച് കൂടും. കോൾ ടു ആക്ഷൻ വളരെ പവർഫുള്ളാണ്. പലരും പേടിച്ച് ഇങ്ങനെ, അയ്യോ അത് ഇപ്പോൾ ചോദിക്കണോ, അല്ലെങ്കിൽ കുറച്ച് നേരം കഴിയട്ടെ, പറ്റൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമർ ആ ബയ്യിങ് മോഡിൽ നിൽക്കാൻ നേരത്ത്
അവർ ആ ഹോട്ട് കസ്റ്റമറാണ്, ഇപ്പോൾ തന്നെ ഡിസിഷൻ എടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ കോൾ ടു ആക്ഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺവേർഷൻ കൂടും, നിങ്ങളുടെ സെയിൽ കൂടും. അപ്പോൾ കോൾ ടു ആക്ഷൻ ഒരിക്കലും വില കുറച്ച് കാണരുത്. ഇൻസ്ട്രക്ഷനാണ് കോൾ ടു ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് കുറേ കഥ ഞാൻ കേട്ടു, കസ്റ്റമറായിട്ടുള്ള ഞാൻ കുറേ കഥ കേട്ടു, ഇനി ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായിരിക്കും കോൾ ടു ആക്ഷൻ. പേയ്മെൻ്റ് ആണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് ചോദിക്കൽ ഒരിക്കലും മോശമായിട്ടുള്ള കാര്യമല്ല. അത് മാത്രമല്ല നിങ്ങളുടെ സെയിൽ കൂട്ടും. ഇനി ഓൺലൈൻ്റെ പുറത്താണെങ്കിൽ നിങ്ങളുടെ ഷോപ്പാണ്, അങ്ങനെയാണെങ്കിൽ കസ്റ്റമർക്ക് ഏറെക്കുറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സാർ ഇത് ഇപ്പോൾ തന്നെ പാക്ക് ചെയ്യട്ടെ, ഇപ്പോൾ തന്നെ പാക്ക് ചെയ്ത് തരാം, കാരണം 2 പീസും കൂടി മാത്രമേ ഉള്ളൂ, സാറിന് നല്ല രീതിയിൽ ഇത് ചേരുന്നുണ്ട്, ഇപ്പോൾ തന്നെ പാക്ക് ചെയ്തേക്കട്ടെ എന്ന് ചോദിക്കുക. കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള കോൺഫിഡൻസോട് കൂടിയുള്ള ഒരു കമാൻഡാണ് ശരിക്കും കോൾ ടു ആക്ഷൻ എന്ന് പറഞ്ഞത്. ഒന്നല്ലെങ്കിൽ കസ്റ്റമർ ഇപ്പോൾ വേണ്ട, ഞാൻ അടുത്ത തവണ എടുത്തോളാം, അല്ലെങ്കിൽ എടുത്തോ. കാരണം കസ്റ്റമർ ഇങ്ങനെ നിൽക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ തെല്ലത്ത് ഇങ്ങനെ നിൽക്കുക. ഒരു പുഷ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ വീഴും, ചിലപ്പോൾ വീഴില്ല. 2 ഓപ്ഷനേ അവരുടെ മുമ്പിലുള്ളൂ, ഒന്ന് അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക. അപ്പോൾ അവർ ഒരു 90% കൺവിൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആളാണെങ്കിൽ എന്തിലാവട്ടെ പാക്ക് ചെയ്യും എന്നുള്ള രീതിയിൽ വരും. അതാണ് ഈ കോൾ ടു ആക്ഷൻ്റെ പവർ. അത് നിങ്ങളും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്, കസ്റ്റമറും മിണ്ടാതെ നിൽക്കുകയാണ്. കസ്റ്റമറുടെ മൈൻഡിലേക്ക് ഇനി പുതിയ ചിന്തകളും കാര്യങ്ങളൊക്കെ വന്ന് ആ ഹോട്ട് സ്റ്റേജ് ഉണ്ടല്ലോ, ആ സ്റ്റേജിൽ നിന്ന് മാറിപ്പോയതിന് ശേഷമാണ് നമ്മളൊരു കോൾ ടു ആക്ഷൻ കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ വർക്കൗട്ട് ആവില്ല. അപ്പോൾ ബയ്യിങ് മോഡിൽ നിൽക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ കോൾ ടു ആക്ഷൻ കൊടുക്കണം. ഇനി ഈ ബയ്യിങ് മോഡിൽ നിൽക്കുന്ന ആ സമയത്ത് തന്നെയാണ് നമ്മൾ അപ്സെല്ലിങ് നടത്തേണ്ടത്. ഒരു കസ്റ്റമർ ഒന്ന് വാങ്ങി നിൽക്കുകയാണല്ലോ, ആ ടൈമിൽ തന്നെ അതിനോടുള്ള എന്തെങ്കിലും കോംപ്ലിമെൻ്ററി പ്രൊഡക്റ്റുകൾ ബണ്ടിലിങ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ എപ്പോഴാണോ ആ ഇനീഷ്യൽ പ്രൈമറി പ്രൊഡക്റ്റ് വാങ്ങി നിൽക്കുന്നത് അല്ലെങ്കിൽ സർവീസ് പർച്ചേസ് ചെയ്ത് അവർ നിൽക്കുന്ന ആ ടൈമിൽ തന്നെ നിങ്ങൾ ഇതിൻ്റെ ബണ്ടിലിങ് ആഡ് ചെയ്യണം. അവർ ഒരെണ്ണം അങ്ങ് എടുത്തല്ലേ ഉള്ളൂ, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ അടുത്ത ആഴ്ച അവർക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞാൽ പോരെ. അങ്ങനെയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ബയ്യിങ് ഡിസിഷൻ മേക്ക് ചെയ്യാൻ നിൽക്കുകയാണ്. അവരുടെ അൺഡിവൈഡഡ് ആയിട്ടുള്ള ഫുൾ അറ്റൻഷൻ നമുക്ക് കിട്ടുകയാണ്, കംപ്ലീറ്റ് ശ്രദ്ധ നമ്മളിലേക്കാണ്. ഈ സമയം നമ്മൾ എന്ത് പറഞ്ഞാലും അവർ കേൾക്കും, കാരണം ഫുൾ ശ്രദ്ധ നമുക്ക് തന്നേക്കുള്ളൂ. മാത്രമല്ല അവർ പേ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പർച്ചേസിങ് മോഡിൽ നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ തന്നെ നമ്മൾ ആ ബണ്ടിലിങ് അറ്റാച്ച് ചെയ്യുക, നിങ്ങളുടെ അപ്സെല്ലിങ് പ്രൊഡക്റ്റുകൾ സർവീസുകൾ അറ്റാച്ച് ചെയ്യുക. അപ്സെല്ലിങ് പ്രൊഡക്റ്റ് നിർബന്ധമായിട്ടും വേണ്ട സംഗതിയാണ്, അതില്ലെങ്കിൽ പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചാൽ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ നമുക്ക് കൂടുതൽ വിൽക്കാൻ പറ്റില്ല. 2 രീതിയിലാണ് നമ്മളുടെ ബിസിനസ് വളർത്താൻ പറ്റുന്നത്. ഒന്ന്, പുതിയ കസ്റ്റമറെ കണ്ടെത്തിക്കൊണ്ട് നമുക്ക് വളർത്താം. ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സിനെ വീണ്ടും വിറ്റുകൊണ്ടും നമുക്ക് നമ്മുടെ ബിസിനസ് വളർത്താം, ബിസിനസ്സിലെ റവന്യൂ കൂട്ടാം, പ്രോഫിറ്റ് കൂട്ടാം. അപ്പോൾ ഇത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡായിട്ടുള്ള കോൾ ടു ആക്ഷനാണ്. പവർഫുൾ ആയിട്ടുള്ള കോൾ ടു ആക്ഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും ഉപയോഗിച്ചിരിക്കണം. വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറായിട്ട് ഇങ്ങോട്ട് ചോദിക്കാൻ നിൽക്കരുത്, നിങ്ങളായിട്ട് അങ്ങോട്ട് പറയുക. കസ്റ്റമർ ചോദിക്കട്ടെ എന്ന് ഓർത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. കാരണം നമ്മളൊരു ബിസിനസ്സാണ് റൺ ചെയ്യുന്നത്, ബിസിനസ്സിന് തീർച്ചയായിട്ടും പ്രോഫിറ്റ് വേണം, റവന്യൂ ഉണ്ടെങ്കിലാണ് ബിസിനസ് ഓപ്പറേഷൻസ് റൺ ചെയ്ത് പോകുള്ളൂ. ബിസിനസ്സിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ തന്നെ പ്രോഫിറ്റബിൾ ആവുക എന്നുള്ളതാണ്, ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്, കാശ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. എങ്ങനെ കാശ് ഉണ്ടാക്കുക? സൊസൈറ്റിയിൽ വാല്യൂ ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, പ്രൊഡക്റ്റിലൂടെ സർവീസിലൂടെ വാല്യൂ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ലാഭം ഉണ്ടാക്കുക എന്നാണ് ബിസിനസ്സിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ പേയ്മെൻറ്റ് ചോദിക്കൽ ഒരിക്കലും തെറ്റല്ല എന്ന് മാത്രമല്ല, നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്തിരിക്കേണ്ട ഒരു സംഗതിയാണ് കോൾ ടു ആക്ഷൻ. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് കോൾ ടു ആക്ഷൻ പെട്ടെന്ന് മൈൻഡിലേക്ക് വരുന്നില്ല. ലൈവിൽ നിന്ന് സെല്ല് ചെയ്യുന്ന ആളുകൾ, സ്റ്റോറിലൊക്കെ ഷോപ്പുകളിൽ സെല്ല് ചെയ്യുന്നവർ, ഡയറക്റ്റ് കസ്റ്റമറെ പോയി കണ്ട് സെല്ല് ചെയ്യുന്നവർ, ഇങ്ങനെയുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് നിങ്ങളെങ്കിൽ, ഓൺലൈനിലല്ല നിങ്ങൾ ചെയ്യണം, പുറത്താണ് ഓഫ്ലൈനിൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങളത് മെമ്മറൈസ് ചെയ്യാൻ നോക്കുക, കാണാതെ പഠിച്ചു വെക്കാൻ നോക്കുക. കാരണം എന്ന് വെച്ചാൽ കാണാതെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ നേരത്തെ ആ റെപ്പിറ്റീഷൻ വരുന്നതുകൊണ്ട് നമ്മളുടെ മൈൻഡിലേക്ക് അത് നാച്ചുറലി കയറി വരും. നമ്മൾ തപ്പൂല, നമുക്ക് കോൺഫിഡൻസും ആ സ്ട്രെങ്ത്തും ആ ടൈമിൽ കിട്ടും. അപ്പോൾ മാക്സിമം ഇത് കാണാതെ പഠിക്കാൻ നോക്കാം. ലൈവിൽ സെല്ല് ചെയ്യണവരെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇനി അതല്ല ഓൺലൈനിൽ സെല്ല് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ഇത് സേവ് ചെയ്ത് വെക്കാം. നിങ്ങളുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള കോൾ ടു ആക്ഷൻ ക്ലിയർ ആയിരിക്കണം, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കരുത്, ഒരുപാട് ഓപ്ഷൻസും ഇതിപ്പോൾ എവിടെ എന്താ ചെയ്യാന്നുള്ളൊരു കൺഫ്യൂഷൻ കസ്റ്റമർക്ക് വരരുത്. ക്ലാരിറ്റിയിലാണ് ശരിക്കും കൺവേർഷൻ ഇരിക്കണം, സിമ്പിളായിരിക്കണം, ക്ലിയർ ആയിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം. ഇത് 3 കൂടി ഒരുമിച്ച് വരാൻ നേരത്താണ് അതൊരു പവർഫുൾ ആയിട്ടുള്ള കോൾ ടു ആക്ഷനാണ്. ഇപ്പം നിങ്ങളൊക്കെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പലതും വിൽക്കാനിടാൻ നേരത്ത് അതിൻ്റെ എങ്ങനെ അത് ഓർഡർ ചെയ്യുന്ന പോലും അറിയില്ല. ഇങ്ങനെ ഒരു സാധനം കൊണ്ട് കോൺടാക്ട് ചെയ്യുക, എവിടെ നമ്പറില്ല, എങ്ങനെ ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ടാണോ ഇത് വാങ്ങേണ്ടത്, ഇവരുടെ വാട്സപ്പിൽ വന്നിട്ടാണോ വാങ്ങേണ്ടത്, ആ കമൻ്റൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പലരും ഇത് എങ്ങനെയാണ് ഇപ്പോൾ വാങ്ങിക്കുക.
കുറേ കഥ നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞു, ഇതിപ്പോൾ എന്താ ചെയ്യുക? അതാണ് കോൾ ടു ആക്ഷൻ എന്ന് പറയുന്നത്. കോൾ ടു ആക്ഷൻ അവർ മിസ്സായിപ്പോയി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. ആ വീഡിയോക്കൊക്കെ നല്ല റീച്ച് ഉണ്ടായിരുന്നു, നല്ല ഓർഡർ വരേണ്ടതായിരുന്നു. ഈ കോൾ ടു ആക്ഷൻ മിസ്സായതിൻ്റെ പേരിൽ അവർക്ക് ഓർഡറുകൾ നഷ്ടമായി. കോൾ ടു ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ഒന്നുകൂടി പറയാം. കസ്റ്റമറായ ഞാൻ അടുത്തത് എന്ത് ചെയ്യണം എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനെയാണ് കോൾ ടു ആക്ഷൻ എന്ന് പറയുന്നത്. അധിക സമയത്തും അത് പേയ്മെൻറ്റ് ചോദിക്കലാണ്. അപ്പോൾ അത് കൃത്യമായി തന്നെ ചോദിക്കുക. സെയിൽ കൂടണത് കാണാനായിട്ട് സാധിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കസ്റ്റമറായിട്ട് ഇങ്ങോട്ട് ചോദിക്കാൻ നിൽക്കരുത്, എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യണത് ഇങ്ങോട്ട് ചോദിക്കാൻ നിൽക്കരുത്. അതിക്ക് മുമ്പേ നമ്മൾ അങ്ങോട്ട് തന്നെ ഒരു കമാൻഡ് പോലെ കൊടുക്കണം. 2 ഓപ്ഷനാണ് കസ്റ്റമർ മുമ്പിൽ അപ്പോൾ ഉള്ളൂ. ഒന്നല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക. അപ്പോൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.